കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു വളരെ സന്തോഷമുള്ളൊരു ദിവസത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഇന്ന് ഐഷയുടെ അരങ്ങേറ്റമാണ്. ഒരുപാട് സന്തോഷത്തിൻ്റെ ഒപ്പം തന്നെ ഈ അരങ്ങേറ്റം കാണാൻ വേണ്ടപ്പെട്ടവരൊന്നും അടുത്തില്ലല്ലോ എന്നുള്ള വലിയ വിഷമമുണ്ട് ഐഷയ്ക്ക്. എന്നാലും നമ്മുടെ ഈ ഒരു യാത്രയിൽ നിങ്ങളെയും കൂട്ടാണ്. ഐഷ എങ്ങോട്ട് പോണ? അമ്പലത്തേക്ക്. എന്തിനാ പോവാ നമുക്ക്? അതിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് വെറുതെ ഒന്നുമില്ല. പൊക്കൂടെ? ആണ് പൊക്കോ. വന്നിട്ടില്ല. ഐഷ വല്യമ്മേനെയും വല്ലീനെയും കുഞ്ഞിപ്പാറുവിനെയൊക്കെ കാത്തിരിപ്പാണ്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. രണ്ടുപേരും നടക്കുന്നത് കണ്ട ഒരേ പ്രായക്കാരാണ്, സമപ്രായക്കാരാണെന്നാണ് തോന്നുക. പക്ഷേ വേദുവിന് 3 വയസ്സേ ആയിട്ടുള്ളൂ, ഐഷയ്ക്കാണ് 5 വയസ്സായത്. രണ്ടുപേരും കൈയും പിടിച്ച് ഒരുമിച്ച് കണ്ട അങ്ങനെയാണ് കേട്ടോ. ഭയങ്കര സ്നേഹമാണ്. ദീദി എന്ന് പറഞ്ഞാൽ ജീവനാണ് വേദുവിന്. ഇത് ഐഷയുടെ ഒരു ഫ്രണ്ടാണ് ഞങ്ങളുടെ അതിഥിക്കുട്ടി. അപ്പം വഴിയിൽ അതിഥീനെയും കൂടെ കണ്ടു. അതിഥീനെയും അമ്മേനെയും കണ്ടപ്പോൾ ഞങ്ങൾ നേരെ ചെന്നത് ഗണപതി അമ്പലത്തിലേക്കാണ് തേങ്ങ ഉടയ്ക്കാൻ. അതിനുശേഷം കുറേ നേരത്തിന് ശേഷം വരിയിൽ നിന്ന് മേക്കപ്പൊക്കെ ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഐഷയ്ക്ക് അലർജി ഉള്ളതുകൊണ്ട് ലാസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ഡ്രസ്സിങ് റൂമിൻ്റെ അവിടെ ഓടിച്ചാടി നടക്കുകയാണ്. കാരണം ഏറ്റവും ലാസ്റ്റ് 56 പിള്ളേരുണ്ട്. അപ്പോൾ ആ 56 പിള്ളേരുടെ അവസാനം ചെയ്താൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ്. പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഹോമിയോ മെഡിസിൻസ് കഴിക്കുന്നുണ്ടായിരുന്നു, പിന്നെ സ്പ്രേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മൂക്കിൽ യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചേച്ചിമാരായിട്ടൊക്കെ ഫണ്ണായിട്ടിരിക്കുന്ന സമയത്താണ് അവളെ മേക്കപ്പിന് വിളിക്കുന്നത്. ആക്ച്വലി അവൾ വരിയിൽ നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മേക്കപ്പ് മാൻ ചേട്ടന്മാർ ഇവൾ കളിക്കാനുള്ളതാണെന്ന് അറിയാതെ അവളെ സ്കിപ്പ് ചെയ്ത് പോയി. ലാസ്റ്റ് അവൾക്ക് ദേഷ്യം വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ മാത്രം വിളിക്കുന്നില്ല അമ്മേന്ന്. അങ്ങനെ ഞാൻ പോയി ഇടപെട്ട് അപ്പോഴാണ് അവരറിയുന്നത് ഇതും മേക്കപ്പിന് വന്നതാണെന്ന്. അവർ വിചാരിച്ച് ഏതോ അമ്മമാരുടെ കൂടെ വന്നിട്ടുള്ള അനിയത്തി കുട്ടികൾ ആരോ ആണെന്ന്. കണ്ടാലും അങ്ങനെ പറയുള്ളൂ. അപ്പോൾ അവൾക്ക് 5 വയസ്സ് ഈ മാസമാണ് തികഞ്ഞത്. ഞങ്ങൾ അമ്മമാർ പ്രാക്ടീസ് സെഷനിൽ പറയുകയും ചെയ്യും, ഇത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കാണ് അറ്റാക്ക് വരാമെന്ന്. കാരണം ഇവർ പിള്ളേർ തെറ്റിക്കോ നിന്ന് പോവോ മുടിയോ അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിൽ എന്തെങ്കിലും വീണ് പോയി കഴിഞ്ഞാൽ അത് നോക്കി നിൽക്കുമോ എന്നൊക്കെയുള്ള ടെൻഷൻസ് ഞങ്ങൾക്ക് ഒരുപാട്. ടെൻഷൻസിൻ്റെ കാര്യത്തിൽ ഞാനും അതിഥിയുടെ അമ്മയൊന്നും ഒട്ടും പിന്നാക്കല്ല, നല്ല ടെൻസ്ഡായിരുന്നു. ഈ സമയമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക പ്രഷറായിട്ട് ഞങ്ങൾ നിൽക്കുന്ന സമയമാണ്. എല്ലാവരും നല്ല ചൂടാണ് പുറത്ത്. പിന്നെ ഐഷുവിനെ പോലെയൊക്കെയുള്ള കുഞ്ഞു മക്കളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗാങ് കുഞ്ഞു മക്കളുടെ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മണിക്കൊക്കെ കുളിച്ച് എണീറ്റ് അമ്പലത്തിലെത്തുക എന്ന് പറയുന്നത് തന്നെ അത്രയും നേരം ഉറക്കം. പിന്നെ ഇവരുടെ പ്രോഗ്രാം നടക്കുന്നത് 2:45 സമയത്താണ്. അപ്പോൾ നട്ടുച്ച അതും നല്ല എന്താ പറയുക ഉറക്കത്തിൻ്റെ സമയമാണ് പിള്ളേരുടെ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താവും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം ദക്ഷമോളും വേദും മാറി ഒരു വീട്ടിലിരുന്ന് ഭയങ്കര ഫോണിൽ കളിക്കുകയാണ്. ഇത് ചേച്ചി വെറുതെ അവിടെ ഐഷുവിൻ്റെ മേക്കപ്പ് എന്തൊക്കെ സംതിങ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അവളെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. പിന്നെ ഐഷു ഇതേ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫൈനൽ ടച്ചും കൂടെ ഉള്ളൂ അവൾക്ക്. അച്ഛൻ അവളുടെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ സ്റ്റേജിൻ്റെ മുകളിൽ ടീച്ചർക്ക് ദക്ഷിണ വെക്കുന്നതായി കാണുന്നത്. പക്ഷെ ഇത് കറക്റ്റ് പ്രോപ്പർ വേ ഒന്നല്ല. ഇത് നമ്മൾ ദക്ഷിണയൊക്കെ വെച്ചിട്ട് വെറുതെ കുട്ടികളെ കൊണ്ടൊക്കെ ഒന്ന് ഫോട്ടോ എടുപ്പിക്കാനൊക്കെ നിന്നതാണ്. ദക്ഷിണയൊക്കെ അതിൻ്റെ ചടങ്ങ് പോലെ ഞങ്ങൾ ചെയ്തു. പക്ഷെ ചിലതൊന്നും വീഡിയോസ് എടുക്കാൻ ഈ പറഞ്ഞ പോലെ തിരക്കിനിടയിൽ വിട്ടുപോയിട്ടുണ്ട്, ക്ഷമിക്കണം. എന്നാലും ഞാൻ എടുത്ത വീഡിയോ കണക്ട് ചെയ്തിട്ടിട്ടുണ്ട്. അവളുടെ പാപ്പച്ചി ഏൽപ്പിച്ചൊരു ഫോട്ടോഗ്രാഫി ചേട്ടന്മാർ അവളുടെ ഫോട്ടോസൊക്കെ നന്നായി എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഈ കാണുന്നത് ബാക്ക് സ്റ്റേജിൽ ഞങ്ങളുടെ പ്രോഗ്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സെക്കൻഡ് പ്രോഗ്രാമാണ് ഞങ്ങളുടെ. ഫസ്റ്റത്തെ ഐറ്റം ഞങ്ങളുടെ സെക്കൻഡ് പ്രോഗ്രാമാണ്. അപ്പോൾ അവിടെ ചേച്ചിമാരായിട്ട് കുസൃതി കാണിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവളുടെ ഗ്യാങ് പുറത്ത് സൈഡിൽ എവിടെയും ഉണ്ട്. ഞാൻ അവളെ മിസ് ചെയ്യണ്ടെന്ന് കരുതി, പിന്നെ അവൾ ഭയങ്കര ക്ഷീണവും ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവളെ പിടിച്ച് ബാക്ക് സ്റ്റേജിലിരുത്തി. അവൾക്ക് ഈ ചേച്ചിമാരാണ് കേട്ടോ എല്ലാം. ആക്ച്വലി ഈ 5 വയസ്സിൽ അവളെ അരങ്ങേറ്റത്തിന് പ്രാപ്തരാക്കിയതൊക്കെ ഈ കുഞ്ഞു മക്കളാണ്. ഈ കുട്ടികളും ഇവരുടെ സീനിയർ കുട്ടികളും ഐഷുവിനെ എന്ത് നന്നായിട്ടാണ് കെയർ ചെയ്യാമെന്നറിയോ. ആ ഒരു ഡാൻസ് സ്കൂളിൽ അത്രയും കെയർ കിട്ടിയത് കൊണ്ടാണ് അവൾക്ക് ഡാൻസ് സ്കൂളിലേക്ക് പോകാമെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഈ ചേച്ചിമാരെ കാണാമല്ലോ, ചേച്ചിമാരുടെ കൂടെ നന്നായി ജോളി അടിക്കാമല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് അവൾക്ക്. എല്ലാ ചേച്ചിമാരെയും അവൾക്ക് പേരൊന്നും അറിയില്ല ചില ചേച്ചിമാരുടെ. കാരണം 100-200 പിള്ളേരിലും കൂടുതൽ പിള്ളേരുള്ളൊരു കലാക്ഷേത്രമാണത്. പക്ഷേ ഈ കുട്ടികളാണ്, ഈ ചേച്ചിമാരാണ് അവളുടെ ബാക്ക് ബോൺ. അവളെ ഈ പ്രായത്തിൽ ഇങ്ങനെ കളിക്കാൻ ആക്കിയതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക പ്രചോദനം ടീച്ചറും ഈ കുട്ടികളുമാണ്.
അതുപോലെ നമ്മൾ സൗപർണികയിലേക്ക് എത്തിയത് അവൾക്ക് 3 വയസ്സാവാൻ ഒരു 1.5 മാസം ഉള്ളപ്പോഴാണ് നമ്മൾ, അതായത് 2.25 വയസ്സ് കഴിഞ്ഞ മാസങ്ങളിലാണ് അവളെ ഡാൻസിന് ചേർത്തത്. ആ സമയത്ത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, അടുത്ത് നമ്മൾ അന്വേഷിച്ച സ്ഥലങ്ങളൊക്കെ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വന്ന നേരെ മെയിൻ റോഡ് അങ്ങനെയൊക്കെ ആയിരുന്നു ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അങ്ങനെയാണ് സൗപർണിക കണ്ടുപിടിക്കുന്നതും സൗപർണികയിലേക്ക് നമ്മൾ എത്തുന്നതും. അപ്പോൾ അവിടെ നല്ല സെക്യൂരിറ്റി, പിന്നെ CC ക്യാമറ. അപ്പം നമുക്ക് ഇവിടെ കുട്ടീനെ പഠിപ്പിച്ചാൽ നമുക്ക് സെക്യൂർ ആണ് എന്നുള്ളൊരു, കാരണം അവൾ നല്ല കുഞ്ഞല്ലേ, അങ്ങനത്തെ ഒരു ഫീൽ വന്നിട്ടാണ് നമ്മൾ ചേർത്തത്. ഞാൻ മിസ്സിൻ്റെ അടുത്ത് എപ്പോഴും ആ കഥ പറയും. പക്ഷേ നമ്മളവിടെ ചേർത്തിട്ട് 2-3 പേരൊക്കെ ഡാൻസ് സ്കൂളിൽ പോകുന്നുണ്ട് പറയുമ്പോൾ എവിടെയാണ് ചേർത്തതെന്ന് ചോദിക്കുമ്പോൾ സൗപർണികയിലാണ്, ഷിംല ടീച്ചറാണെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എന്താ പറയുക, ഒരു പോസിറ്റീവ് കമൻസ് ഉണ്ട് ചുറ്റുമുള്ള ആളുകളുടെ. അത് കേൾക്കുമ്പം എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്, റൈറ്റ് പ്ലേസിൽ നമ്മൾ ചെന്നെത്തിയെന്ന് തോന്നാറുണ്ട്. അങ്ങനെ ഒരു റൈറ്റ് പ്ലേസിൽ നമ്മൾ എങ്ങനെയോ ചെന്നെത്തിയതാണ്. ഷിംല ടീച്ചർ എന്ന് പറയുന്നത് നമ്മളെ ഐഷുവിനെ പഠിപ്പിക്കുന്ന അധ്യാപികയാണ്. അപ്പം ടീച്ചർ എപ്പോഴും എൻ്റെ അടുത്ത് പറയാം, അവൾ കുഞ്ഞു കുട്ടിയാവുന്ന സമയത്ത് ചില ഡാൻസ് ക്ലാസ്സസ് ഒക്കെ സ്കിപ്പ് ചെയ്യും. അതായത് ഞാൻ അവളെ കൊണ്ടുപോകും, പക്ഷെ അവൾ ഒരു സ്റ്റെപ്പ് പോലും കളിക്കാൻ സമ്മതിക്കില്ല, അവൾ അവിടെ ഓടി നടക്കും. അപ്പോൾ ഞാൻ എപ്പോഴും വഴക്ക് പറയുന്ന സമയത്ത് മിസ്സ് പറയും, വേണ്ട അവളെ മുഷിപ്പിക്കണ്ട, അവളുടെ ഡാൻസിനോടുള്ളൊരു ഇഷ്ടം കളയണ്ടെന്ന് എപ്പോഴും പറയും. അങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത് നമ്മൾ. ഇത് ഒരു തലേ ദിവസത്തെ പ്രാക്ടീസ് സെഷനായിരുന്നു. വളരെ നന്നായിട്ട് അത് കുട്ടികൾ ചെയ്തു. അതുപോലെ പാട്ടിൻ്റെ സെക്ഷൻ വന്ന സമയത്ത്, പാട്ട് റിഹേഴ്സലിന് സാറ് വന്ന സമയത്ത് സാറിന് ദക്ഷിണ വയ്ക്കുമ്പോഴും സാർ ആദ്യം ഇവളും അരങ്ങേറ്റത്തിനുള്ളതാണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. സാറിനും ഒരു ഇത്രയും ചെറുതല്ലേ എന്നുള്ളത്. പിന്നെ ഇവരുടെ ബാച്ചിനെ കണ്ടപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഒരു പ്രായം 5-6 ഉള്ളത് അതിഥിയും ഐഷും ഉള്ളെങ്കിലും കാണാൻ ഒക്കെ കുഞ്ഞു പിള്ളേരാണ്. അപ്പം വീട്ടിൽ എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ അമ്മേ ഈ മാമ്മമാർക്കൊക്കെ ഇത്ര ഇഷ്ടം കുഞ്ഞി ഉണ്ണിയോളേനെ ഞങ്ങളേനെ എന്ന് ചോദിക്കുന്നുണ്ട് അവൾ. അപ്പം അതുതന്നെയാണ് ഞങ്ങളുടെ സന്തോഷം. കാരണം ഈ കുഞ്ഞുമക്കൾ സ്റ്റേജിൽ കയറുന്ന സമയത്ത് എല്ലാവരും എല്ലാം മറക്കും. പിന്നെ എടുത്തു പറയേണ്ടത് സൗപർണിക ഡാൻസ് സ്കൂളിൻ്റെ പ്രത്യേക ഒരു എന്താ പറയുക എഫേർട്ടിനെ കുറിച്ച് തന്നെയാണ്. കാരണം മിസ്സ് ഓടി നടന്ന് ഒട്ടും ക്ഷീണിതയാവാതെ ഞങ്ങളുടെ പിള്ളേരെ ട്രെയിൻ ചെയ്ത്, തുടക്കത്തിലൊക്കെ നല്ല ലാളനയോട്, പിന്നെ കുറുമ്പ് കാണിക്കുമ്പോൾ കുറച്ച് ശാസിച്ചിട്ടും ഒക്കെ നല്ല വൃത്തിയിൽ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ് മാമിൻ്റെ സക്സസ്. അരങ്ങേറ്റം എത്തിയപ്പോൾ മുന്നത്തെ ഐഷയുടെ ഡാൻസിൻ്റെ ഒരു എന്താ പറയുക ട്രാൻസ്ഫോർമേഷനിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയ ഒരു വീഡിയോ, ഒരു ചെറിയ ക്ലിപ്പിംഗ് ആണിത്. ഒരുപാട് സ്റ്റേജസ് കയറിയിട്ടാണ് മോളിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു.